Welcome to another class of Business Studies. In the last class, we have discussed about the formal and informal organization. Today, we are going to study the last topic of this chapter, that is Delegation of Authority. നമ്മൾ ഫസ്റ്റ് ക്ലാസ് മുതൽ കേൾക്കുന്നതാണ് ഡെലിഗേഷൻ, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഈ ഒരു ടേംസിൻ്റെ മീനിങ് എന്നും എന്താണ് അതുകൊണ്ട് ബിസിനസ്സിൽ എന്താണ് ഡെലിഗേഷൻ അല്ലെങ്കിൽ എന്താണ് അതോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? Delegation means assigning the work to others and giving them authority to do. അതായത് ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതും ആൻഡ് ഗിവിങ് ദം ദ അതോറിറ്റി ടു ഡു, ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ട ആ ഒരു ഒബ്ലിഗേഷൻ അവർക്ക് കൊടുക്കുന്നതിനെയുമാണ് ഡെലിഗേഷൻ, അതായത് കൈമാറ്റം എന്ന് പറയും, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം കൊടുക്കുക എന്ന് പറയും. അതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിനും വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മാനേജർ എന്ത് ചെയ്യും, തൻ്റെ കീഴിലുള്ള എംപ്ലോയീസിന് ഓരോ വർക്കും അവരുടെ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സ്കിൽ അനുസരിച്ച് എന്ത് ചെയ്യും, അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുക എന്നർത്ഥം. അതോറിറ്റി എന്ന് പറയുമ്പോൾ അധികാരം. അപ്പോൾ ആ ഒരു അധികാരം കൈമാറ്റം ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം എ സുപ്പീരിയർ ടു ദ സബോർഡിനേറ്റ്. ഒരു സുപ്പീരിയർ സബോർഡിനേറ്റിന് ആ ഒരു വർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയാം. അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഡൗൺവേർഡ് ആയിരിക്കും. അതായത് മാനേജർ സബോർഡിനേറ്റ്സിനാണ് കൊടുക്കുന്നത്. സോ ദർ ഇസ് എ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം എ സുപ്പീരിയർ ടു ദി സബോർഡിനേറ്റ്. ഇറ്റ് എനേബിൾസ് ദ മാനേജേഴ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് ദെയർ വർക്ക് ലോഡ് ടു അതേഴ്സ്. അതായത് മാനേജേഴ്സിൻ്റെ വർക്ക് ലോഡ് എന്ത് ചെയ്യാണ്, എംപ്ലോയീസിന് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, മാനേജർക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി, ഡിസിഷൻ മേക്കിങ്ങിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി അതോറിറ്റി എന്ത് ചെയ്യും, അതായത് ആ ഒരു വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും, അതായത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയാം. അതായത് ചുരുക്കി പറഞ്ഞാൽ മാനേജേഴ്സിന് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ആ മാനേജേഴ്സ് എന്ത് ചെയ്യും, തൻ്റെ കീഴിലുള്ള എംപ്ലോയീസിന് ആ ഒരു വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയാം. ക്ലിയർ? ഇനി വിച്ച് ആർ ദി എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ? ഡെലിഗേഷനിൽ വരുന്ന 3 എലമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? The 3 elements of delegation are authority, responsibility and accountability. ഈ 3ഉം എന്താണ് എന്നുള്ളതാണ്. First one is authority. It is the right of an individual to command his subordinates and to take action within the limits of his position. അതായത് ഒരു മാനേജർ തൻ്റെ എംപ്ലോയീസിന് എന്ത് ചെയ്യാണ്, ആ ഒരു കമാൻഡിങ് പവർ, അതായത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാനുള്ള ആ ഒരു കമാൻഡിങ് പവർ, അതിനെയാണ് അതോറിറ്റി, അധികാരം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്സ് ആൻഡ് ടു ടേക്ക് ആക്ഷൻ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ഹിസ് പൊസിഷൻ. ആ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അതായത് ആ ഒരു മാനേജേഴ്സിന് എന്തെല്ലാം റൈറ്റ് ഉണ്ടോ, എങ്ങനെയെല്ലാം ആ എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് ആ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, തൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് വർക്ക് അസൈൻ ചെയ്യാനുള്ള ആ ഒരു കമാൻഡിങ് പവറിനെയാണ് എന്ത് പറയുക, അതോറിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ പഠിച്ചു. അതോറിറ്റി മീൻസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ദ പവർ ടു എക്സാക്ട് ഒബീഡിയൻസ് എന്നുള്ളത്. അതായത് ആ ഒരു അധികാരം കൊടുക്കാനുള്ള ആ ഒരു റൈറ്റും പവർ ടു എക്സാക്ട് ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ അവരത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതുമായ ആ ഒരു റൈറ്റിനെയാണ് അതോറിറ്റി, അധികാരം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് അതോറിറ്റി? Authority means the right of an individual to command his subordinates and to take action within the limits of his position. ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട്, അധികാരത്തിൽ നിന്നുകൊണ്ട് സബോർഡിനേറ്റ്സിന് വർക്ക് ചെയ്യിക്കാനുള്ള ആ ഒരു പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് എലമെന്റ് എന്താണ്? റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്തം. അതായത് ഇറ്റ് ഈസ് ദി ഒബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ് ടു പെർഫോം ദ ഡ്യൂട്ടീസ് അസൈൻഡ്. അതായത് മാനേജർ അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടി പറയുന്ന പോലെ ചെയ്യുക എന്നുള്ള ആ ഒരു ഡ്യൂട്ടിയെയാണ് എന്ത് പറയുക, ആ ഒരു ഒബ്ലിഗേഷൻ, ആ ഒരു ഉത്തരവാദിത്തത്തെ
ആണ് എന്ത് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഓൾവേസ് മൂവ്സ് അപ്വേർഡ്സ് ആൻഡ് ഇറ്റ് കനോട്ട് ബി ഡെലിഗേറ്റഡ്. ഇവിടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ്, ഇറ്റ് മൂവ്സ് അപ്വേർഡ്സ്, അതായത് സബോർഡിനേറ്റ്സിൽ നിന്നും വർക്ക് അസൈൻ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് സുപ്പീരിയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇറ്റ് ഓൾവേസ് മൂവ്സ് അപ്വേർഡ്സ്. നമ്മൾ അതോറിറ്റി പറഞ്ഞു ഇറ്റ് മൂവ്സ് ഡൗൺവേർഡ്സ്, അതായത് മാനേജർ ആണ് അല്ലെങ്കിൽ സുപ്പീരിയർ ആണ് സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നത്. ഇറ്റ് ഓൾവേസ് മൂവ്സ് അപ്വേർഡ്സ് ആൻഡ് ഇറ്റ് കനോട്ട് ബി ഡെലിഗേറ്റഡ്. അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു മാനേജർ എന്ത് ചെയ്തു, ഒരു ക്ലർക്കിനോട് പറഞ്ഞു ഇന്ന കമ്പനിക്ക് എന്ത് ചെയ്യണം, ഇത്ര ടൺസ് ഓഫ് റോ മെറ്റീരിയൽസ് വേണം എന്ന് പറഞ്ഞ് ഒരു മെയിൽ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മാനേജർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതായത് ആ മെയിൽ അയക്കുക എന്നുള്ളതാണ് ആ ഒരു ക്ലർക്കിൻ്റെ ഡ്യൂട്ടി. ആ ക്ലർക്കിന് തൻ്റെ ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല, നീ ഒന്ന് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് വേറൊരാൾക്ക് അസൈൻ ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. അതുകൊണ്ടാണ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് മൂവ്സ് അപ്വേർഡ്സ് ആൻഡ് ഇറ്റ് കനോട്ട് ബി ഡെലിഗേറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദാറ്റ് ഇസ് ദാറ്റ് പേഴ്സൺ ഓൺലി ഷുഡ് ഡു ദാറ്റ് പെർട്ടിക്കുലർ ജോബ്. ഹി ഹാസ് നോ റൈറ്റ് ടു ഡെലിഗേറ്റ് ദാറ്റ് ജോബ്. ഓക്കെ, നെക്സ്റ്റ്, the authority granted must be in parity with the responsibility, otherwise delegation of authority will become ineffective. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അതോറിറ്റി കൊടുക്കുന്നത് എന്ത് ചെയ്യണം, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഒരു പാരിറ്റി, അതായത് ഒരു ബാലൻസ് വേണം. അല്ലെങ്കിൽ എന്താണ്, ആ അതോറിറ്റി കൊടുക്കുന്നത് എന്താണ്, ഇൻഎഫക്റ്റീവായി മാറും. അതായത് ഈ മാനേജർക്ക് അറിയാൻ സാധിക്കണം ഈ ഒരു എംപ്ലോയിക്ക് ആ ഒരു വർക്ക് അസൈൻ ചെയ്താൽ അയാൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന്, അതായത് ആ ഒരു റെസ്പോൺസിബിലിറ്റി അയാൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ഉറപ്പ് ആർക്ക് വേണം, അതോറിറ്റി കൊടുക്കുന്ന മാനേജർക്ക് വേണം. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നത് ഇൻഎഫക്റ്റീവായി മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതോറിറ്റി മീൻസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ദ പവർ ടു എക്സാക്ട് ഒബീഡിയൻസ്. And responsibility means the obligation of a subordinate to perform the duties assigned. Manager assign ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്യാനുള്ള ആ ഒരു പ്രതിബദ്ധത, ആ ഒരു കടപ്പാടിനെയാണ് എന്ത് പറയുക, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Now the third element is accountability. Accountability എന്ന് പറയുമ്പോൾ എന്താ, റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. പക്ഷേ ഇവിടെ accountability എന്ന് പറയുമ്പോൾ it means the answerability for the final outcome of the assigned task. അതായത് ആ ഒരു സബോർഡിനേറ്റിന് കൊടുത്തിട്ടുള്ള ആ ഒരു വർക്ക്, അതിൻ്റെ ഔട്ട്കം പ്രതീക്ഷിച്ചു കൊണ്ടുള്ള ആ ഒരു ആൻസർ, ആ ഒരു ആൻസറബിലിറ്റിയാണ് എന്ത് പറയുക, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ആ ഏൽപ്പിക്കപ്പെട്ട ആ ഒരു ചുമതല അത് എത്രത്തോളം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം ചെയ്തു, എന്താണ് അതിൻ്റെ ഔട്ട്കം എന്നുള്ള ആ ഒരു ആൻസറബിലിറ്റിയാണ് എന്ത് പറയുക, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി ഡെലിഗേറ്റഡ് ആൻഡ് ഇറ്റ് ഫ്ലോസ് അപ്വേർഡ്സ്. അതെന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് എന്നെ ഏൽപ്പിച്ച വർക്ക് ഞാൻ തന്നെയാണല്ലോ ചെയ്യേണ്ടത്, അതിൻ്റെ ഉത്തരം ഞാൻ തന്നെയാണല്ലോ പറയേണ്ടത്, അതിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുക. അപ്പോൾ എന്നെ ഏൽപ്പിച്ച വർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്വേർഡ്സ് ആണ്, അതായത് സബോർഡിനേറ്റിൽ നിന്നും സുപ്പീരിയറിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. സോ ദർ ഇസ് ആൻ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദി ആൻസേഴ്സ്. ഇനി here a subordinate is accountable to his superior for his performance and at the same time the superior would still be accountable for the outcome. അതായത് ഇവിടെ ആ ഒരു സബോർഡിനേറ്റ് ആർക്കാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്, തനിക്ക് ഡ്യൂട്ടി തരുന്ന ആ ഒരു സുപ്പീരിയറോട് അല്ലേ. അതുപോലെ സുപ്പീരിയർക്ക് എന്തുണ്ട്, സുപ്പീരിയർ ഇസ് അക്കൗണ്ടബിൾ ഫോർ ദി ആക്ഷൻ അല്ലെങ്കിൽ ഫോർ ദി ഔട്ട്കം. അതായത് ടോപ്പ് മാനേജേഴ്സ് ആ ഒരു മാനേജറോടാണ് ആ ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തൻ്റെ എംപ്ലോയീസ് ആ വർക്ക് ചെയ്തില്ലെങ്കിൽ അതിന് ആൻസറബിൾ ആവുക ആരാണ്, മാനേജേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് മാനേജേഴ്സും അവിടെ അക്കൗണ്ടബിൾ ആണ്, അതുപോലെ സബോർഡിനേറ്റ്സും എന്താണ് അവിടെ അക്കൗണ്ടബിൾ ആണ്, അവർ കൂടി ആൻസർ പറയേണ്ടി വരും. So accountability means the answerability for the final outcome of the assigned task. Assign ചെയ്ത ടാസ്കിൻ്റെ ഫൈനൽ അല്ലെങ്കിൽ റിസൾട്ടിനുള്ള ഔട്ട്കം അത് പറയാനുള്ള ആ ഒരു ആൻസറബിലിറ്റിയാണ് എന്ത് പറയുക, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, ഫ്ലോസ് അപ്വേർഡ്സ് and the subordinate is answerable to the superior and the superior will be answerable for the final outcome. Clear? ഈ മൂന്ന് ടേംസും ക്ലിയർ ആയോ? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി.
ഇനി നമ്മൾ ഇതുവരെ പഠിച്ചതൊന്ന് സമ്മപ്പ് ചെയ്യാണ്. അതായത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോൾ 3 എലമെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ അതോറിറ്റി എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആക്സെപ്റ്റ് ചെയ്യാണ്. അതായത് മാനേജേഴ്സ് വർക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ട്? അതോറിറ്റി വന്നു, അധികാരം വന്നു. ആ വർക്ക് എന്ത് ചെയ്തു? എംപ്ലോയീസ് അത് ആക്സെപ്റ്റ് ചെയ്യാണ്. അതിന് എന്ത് പറയാം? റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണ് എന്ന് അവരോട് അല്ലെങ്കിൽ ടോപ്പ് മാനേജേഴ്സിനോട് ആൻസറബിൾ ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യാം? അക്കൗണ്ടബിലിറ്റി എന്ന് പറയാം. അക്കൗണ്ടബിലിറ്റി എന്ത് ചെയ്യാണ്? ഇമ്പോസ് ചെയ്യാണ്, അതായത് ചുമതലപ്പെടുത്തുകയാണ്. സോ ദീസ് ആർ ദ 3 എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ, അതായത് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇനി റെസ്പോൺസിബിലിറ്റി derived from authority while accountability derived from responsibility. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്? അതോറിറ്റിയിൽ നിന്നും. അധികാരം കൊടുക്കുന്നു, അത് എംപ്ലോയീസ് ആക്സെപ്റ്റ് ചെയ്യുന്നു, അതായത് റെസ്പോൺസിബിൾ ആവുന്നു. ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും അക്കൗണ്ടബിലിറ്റി വരുന്നു. അപ്പോൾ ആ ഒരു ചെയിൻ ആണ് അവിടെ. ഫസ്റ്റ് അതോറിറ്റി, പിന്നെ റെസ്പോൺസിബിലിറ്റി, പിന്നെ അക്കൗണ്ടബിലിറ്റി. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതോറിറ്റിയിൽ നിന്നും വരുന്നു, അതുപോലെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ്സ് ക്ലിയർ. നൗ എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓൺ ദി എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ, അതായത് ഈ 3ഉം തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ബേസിസ്, അതായത് അതോറിറ്റി എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? അവരിൽ ആ ഒരു കമാൻഡ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. സോ അതോറിറ്റി മീൻസ് ദ റൈറ്റ് ടു കമാൻഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആ കിട്ടിയ കമാൻഡ് സ്വീകരിക്കുക എന്നുള്ള ആ ഒരു ഒബ്ലിഗേഷൻ. സോ ഒബ്ലിഗേഷൻ ടു പെർഫോം ദ അസൈൻഡ് ഡ്യൂട്ടി. ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആ അസൈൻ ചെയ്ത ഡ്യൂട്ടിയുടെ ഔട്ട്കം എന്താണോ അത് ആൻസർ ചെയ്യുക. സോ ആൻസറബിലിറ്റി ഫോർ ദി ഔട്ട്കം ഓഫ് ദി അസൈൻഡ് ടാസ്ക്. ഇനി രണ്ടാമത് എന്താണ്? ഡെലിഗേഷൻ, അതായത് ഈ കിട്ടിയ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക? ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതോറിറ്റി നമ്മൾ പറഞ്ഞു എന്ത്? ഡെലിഗേറ്റ് ചെയ്യാം. പക്ഷേ റെസ്പോൺസിബിലിറ്റിയോ അക്കൗണ്ടബിലിറ്റിയോ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇനി എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രം വാട്ട് ഇറ്റ് കംസ് ഫ്രം? ഇവിടെ പറയുന്നു ഫോർമൽ പൊസിഷനിൽ നിന്നാണ്. ടോപ്പ് മാനേജറോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അതോറിറ്റി ആ ഒരു മാനേജർക്ക് കൊടുക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫോർമൽ പൊസിഷനിലൂടെയാണ് ആ ഒരു അതോറിറ്റി കൊടുക്കുന്നതെങ്കിൽ, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതോറിറ്റിയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഫ്ലോ, ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണ്? അതോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഡൗൺവേർഡ് ആണ്. അതുപോലെ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും എങ്ങനെയാണ്? അപ്വേർഡ് ആണ്. അതായത് സബോർഡിനേറ്റ്സ് ആണ് സുപ്പീരിയർക്ക് കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? സുപ്പീരിയർ ആണ് സബോർഡിനേറ്റിന് കൊടുക്കുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ comparative study of the 3 elements of delegation, that is authority, responsibility and accountability. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡെലിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നത്? തനിക്ക് അസൈൻ ചെയ്ത ഡ്യൂട്ടി എന്തിനാണ് സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് ഡെലിഗേറ്റ് ചെയ്യുന്നത്? എന്താണ് അതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് നമുക്ക് പറയാം ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. By entrusting the task with subordinates, top executives are able to concentrate on important matters. അതായത് ഒരു സുപ്പീരിയർ ഒരു വർക്ക് സബോർഡിനേറ്റിന് കൊടുക്കുമ്പോൾ അവിടെ ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം എന്നുള്ള ആ ഒരു ഫാക്ടർ ഉണ്ട്. അതായത് ആ പറഞ്ഞ ടൈമിനുള്ളിൽ ആ ഒരു സബോർഡിനേറ്റ് അത് ചെയ്യുമെന്നുള്ള ആ ഒരു വിശ്വാസമുണ്ടല്ലേ. ഈ സബോർഡിനേറ്റ് ആണെങ്കിലോ തൻ്റെ കഴിവ് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു എൻട്രസ്റ്റിംഗ്, ആ ഒരു ട്രസ്റ്റ് എന്നുള്ള ഫാക്ടർ എന്തുണ്ട്? സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ സബോർഡിനേറ്റ്സിന് അത് ചെയ്യാനും മാനേജർക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സിൽ ഫോക്കസ് ചെയ്യാനും പറ്റും. സോ ഇറ്റ് എനേബിൾസ് ദ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. സെക്കൻഡ് പോയിന്റ് ഇസ് എംപ്ലോയി ഡെവലപ്മെൻറ്റ്. Through delegation, subordinates get tremendous opportunities to utilize their talents, which will lead to their ultimate development. അതായത് ഇങ്ങനെ ഒരു വർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റിനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് എംപ്ലോയീസിന് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു വർക്ക് കിട്ടാനും, അതായത് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു.
അപ്പോൾ അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അവരുടെ ടാലൻറ്റ്, സ്കില്ല്, കപ്പാസിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും, വിച്ച് വിൽ ലീഡ് ടു ദെയർ അൾട്ടിമേറ്റ് ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റിനെ കൂടി അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് ഇസ് എംപ്ലോയി ഡെവലപ്മെൻറ്റ്. That is, through delegation, subordinates get tremendous opportunities to utilize their talents, which will lead to their ultimate development. അതായത് ഇങ്ങനെ വർക്ക് അസൈൻ ചെയ്യുന്നതിലൂടെ ആ ഒരു മാനേജർക്ക് എന്ത് ചെയ്യാണ്, തൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും, അതുപോലെ സബോർഡിനേറ്റ്സിനാണെങ്കിലോ അവരുടെ ടാലൻറ്റിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് ചെയ്ത് അങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും നന്നായി തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവരുടെ കരിയർ കൂടി ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് ദ എംപ്ലോയി ഡെവലപ്മെൻറ്റ് ത്രൂ ദ ഡെലിഗേഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ഇങ്ങനെ വർക്ക് കിട്ടുന്നതിലൂടെ എംപ്ലോയീസ് കൂടി എന്ത് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്യാണ്. ഡെലിഗേഷൻ മോട്ടിവേറ്റ് ദി സബോർഡിനേറ്റ്സ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസ് ഒന്നുകൂടി കൂട്ടാനും അതുവഴി അവർക്ക് ആ ഒരു കരിയറിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനും എന്ന് നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞു. എംപ്ലോയിയുടെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ അവരൊന്നുകൂടി എന്ത് ചെയ്യാണ്, മോട്ടിവേറ്റഡ് ആവുകയാണ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത്. Delegation enables workforce to assume more responsibilities and take up leading positions, thus helps the growth and expansion of the organization. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ കരിയറിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുമെങ്കിലും നമുക്ക് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലക്സ് വർക്കുകൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേഴ്സൺ എന്ത് ചെയ്യുള്ളൂ, ഡെവലപ്പ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു വർക്ക് ഫോഴ്സ്, അതായത് ആ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും അതുവഴി അവരുടെ പൊസിഷൻ ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യുക, അതായത് ലീഡ് ചെയ്യാനും അതുവഴി ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിനെയും എക്സ്പാൻഷനെയും എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ക്ലിയർ ആയോ? അതായത് ഒരു എംപ്ലോയി ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ആ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യും, ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് കൂടും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇസ് മാനേജീരിയൽ ഹൈറാർക്കി. അതായത് ഡെലിഗേഷൻ സ്ട്രിക്ട്ലി ഫോളോസ് ദി മാനേജീരിയൽ ഹൈറാർക്കി. നമ്മൾ പറഞ്ഞു ഫോർമൽ ഓർഗനൈസേഷൻ എന്ന്, അതായത് ആ ഒരു പാറ്റേണിലൂടെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. ആ ഒരു മെത്തേഡാണ്, ആ ഒരു മാനേജ്മെൻറ്റ് ഹൈറാർക്കിയാണ് ഇവിടെ ഡെലിഗേഷൻ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ടോപ്പ് മാനേജർ ഉണ്ടാവും, ടോപ്പ് മാനേജറുടെ കീഴിൽ എന്തുണ്ടാവും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് ഉണ്ടാവും, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ എന്തുണ്ട്, ഡിഫറെൻറ്റ് സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് എ മാനേജീരിയൽ ഹൈറാർക്കി ഇൻ ദി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഇസ് ബെറ്റർ കോർഡിനേഷൻ. Delegation ensures proper reporting which will help to coordinate the activities of different employees and departments. അതായത് ഒരു വർക്ക് ഒരു എംപ്ലോയിക്ക് അസൈൻ ചെയ്യുന്നതിലൂടെ അവിടെ ആ ഒരു എംപ്ലോയി എന്ത് ചെയ്യാണ്, റെസ്പോൺസിബിൾ കൂടിയാവുകയാണ്. അതായത് തനിക്ക് അസൈൻ ചെയ്ത വർക്ക് പറഞ്ഞ ടൈമിനുള്ളിൽ ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ അവിടെ വന്നു. അപ്പോൾ ഓരോ എംപ്ലോയീസിനും ഇങ്ങനെ അസൈൻ ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ട്, ആ പ്രോപ്പർ ടൈമിനുള്ളിൽ തന്നെ ആ ഒരു റിപ്പോർട്ടിംഗ് കിട്ടുന്നു. അതായത് ഒരു വർക്ക് അസൈൻ ചെയ്യുമ്പോൾ ഇന്ന സമയത്ത് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ആ ഒരു പ്രോപ്പർ റിപ്പോർട്ടിംഗ് എന്തുണ്ട് അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ആക്ടിവിറ്റീസും ഇങ്ങനെ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസും തൻ്റെ വർക്ക് പ്രോപ്പർ ടൈമിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ വർക്കുകളും ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ക്യാൻ ബി ഈസിലി കോർഡിനേറ്റഡ്, വെദർ ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് എംപ്ലോയീസ് ഓർ ഇൻ ദ കേസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിലാണെങ്കിലും എംപ്ലോയീസിൻ്റെ കേസിലാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വർക്കും ആ കറക്റ്റ് ടൈമിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ് ലീഡ്സ് ടു ബെറ്റർ കോർഡിനേഷൻ. So these are the importance of delegation. First one is effective management. The manager can effectively manage all the activities in the organization if proper or if all the activities or the works can be assigned to the employee and ask them to report them within a prescribed limit. And the next one is employee development. By delegation, the employee has the opportunity or has the facility to utilize all the opportunities that comes before him. So it leads to his development or it leads to the development of the employee. And the third one is motivation of employees. That is, the employees are motivated by getting more opportunities or by getting leading positions in their career.
And the fourth one is facilitates growth. That is, through the development of the employee, the growth of the organization or the expansion of the organization is possible. And the fifth one is managerial hierarchy. That is, a pattern or an organization structure is followed in the organization. That is, a managerial hierarchy is followed. And the sixth one is better coordination. Through coordinating all the activities of the employees and the department, better coordination of the activities is possible. Now the next topic is centralization and decentralization. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചതാണ് സെൻട്രലൈസേഷൻ എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പേരുടെ കയ്യിൽ അല്ലെങ്കിൽ ടോപ്പ് മാനേജേഴ്സിൻ്റെ കയ്യിൽ മാത്രം ആ ഒരു അധികാരമുള്ളതിനെ എന്ത് പറയാം, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്, the concentration of power in the hands of the managers is known as centralization. Decentralization എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് തീരുമാനം എടുക്കാനുള്ള ഒരു പവർ മറ്റുള്ളവർക്ക് കൂടി ഡിസ്പേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ഡീസെൻട്രലൈസേഷൻ. It refers to the systematic dispersal of authority to the lower levels of the organization. അതായത് ലോവർ ലെവലിലുള്ള എംപ്ലോയീസിന് കൂടി ആ ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്നതിനെ, ആ ഒരു ഡിസ്പേഴ്സലിനെയാണ് എന്ത് പറയുക, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ വരുന്ന മേജർ ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അവർക്ക് കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ, അതായത് ഡിസിഷൻ മേക്കിംഗ് പവറിൽ എംപ്ലോയീസിനും മാനേജേഴ്സിനും ഒക്കെ ഒരേപോലെ ആ ഒരു പവർ ഉള്ളതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുക. ഇവിടെ ടോപ്പ് മാനേജറോ അല്ലെങ്കിൽ മാനേജേഴ്സോ അല്ല ഡിസിഷൻ എടുക്കുക, ഇവിടെ എന്താണ്, എല്ലാവർക്കും ഒരേപോലെ പവർ കൊടുക്കും. അതായത് ഡെലിഗേറ്റ് ചെയ്യണമെങ്കിൽ അവർ തീരുമാനം എടുക്കാനുള്ള ഇതൊരു പ്രോബ്ലം ആണെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് ഡിസിഷൻ എടുക്കാനുള്ള പവർ ഈച്ച് ആൻഡ് എംപ്ലോയീസ് വിൽ ബി ഹാവിങ്. ദിസ് ടൈപ്പ് ഓഫ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ഡീസെൻട്രലൈസേഷൻ. An organization is said to be decentralized when the managers at middle and lower level are given the requisite authority to take decisions and appropriate actions on matters relating to their respective areas of work. അതായത് ഓരോ എംപ്ലോയീസിനും നമ്മൾ പറഞ്ഞു ഓരോ വർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അങ്ങനെ വർക്ക് അസൈൻ ചെയ്യുമ്പോൾ ആ ഒരു വർക്കിൽ വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസിൽ തീരുമാനം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ആ എംപ്ലോയീസിന് തന്നെ എടുക്കാം. അപ്പോൾ ആ ഒരു റൈറ്റ്, ആ ഒരു പ്രോസസ്സിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുക. അതായത് ഇവിടെ മാനേജേഴ്സ്, അതായത് മിഡിൽ ലെവൽ മാനേജേഴ്സും ലോവർ ലെവൽ മാനേജേഴ്സൊക്കെ എന്ത് ചെയ്യാണ്, അവർക്ക് കൂടി ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്നതിനെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് ഡീസെൻട്രലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിസിഷൻ മേക്കിംഗ് പവർ എല്ലാവർക്കും കൊടുക്കുന്നത്? ഫസ്റ്റ് എന്താണ്, റിഡക്ഷൻ ഓഫ് വർക്ക് ലോഡ് ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. അതായത് ടോപ്പ് മാനേജേഴ്സോ അല്ലെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സിൻ്റെയോ വർക്ക് ലോഡ് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എംപ്ലോയീസിന് ആ ഒരു വർക്ക് എന്ത് ചെയ്യും, അസൈൻ ചെയ്യാം. സോ ഫസ്റ്റ് ഇസ് ദ റിഡക്ഷൻ ഓഫ് ദി വർക്ക് ലോഡ് ഓഫ് ദി ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. രണ്ടാമത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ദി പേഴ്സണൽ. നമ്മൾ കഴിഞ്ഞ, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷനിൽ പറഞ്ഞ ഏകദേശം സെയിം പോയിന്റ്സ് തന്നെയാണ് ഇവിടെ. ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ എന്ന് പറയുമ്പോൾ എംപ്ലോയിയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ കോംപ്ലക്സ് വർക്കുകൾ ചെയ്ത് ആ ഒരു എംപ്ലോയിക്ക് തൻ്റെ ജോലിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഡെവലപ്മെൻറ്റ് പറ്റും. അതായത് പൊസിഷൻ വൈസ് ആണെങ്കിലും ആ ഒരു ക്വാളിറ്റി വർക്ക് ചെയ്യുന്ന ഒരു എഫിഷ്യൻസിയുടെ കാര്യത്തിലാണെങ്കിലും കപ്പാസിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, ആ ഒരു എംപ്ലോയിക്ക് ഡെവലപ്മെൻറ്റിന് പറ്റും. ഇനി തേർഡ്, സബോർഡിനേറ്റ്സ് വിൽ ബി മോട്ടിവേഷൻ ഓഫ് ദി എംപ്ലോയീസ് ആൻഡ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഈസ് പോസിബിൾ. പെട്ടെന്ന് തന്നെ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. മാനേജേഴ്സിനെയോ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനെയോ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അസൈൻ ചെയ്ത വർക്കിൽ എന്ത് ചെയ്യാം, അവർക്ക് തന്നെ ഡിസിഷൻസ് എടുക്കാം. സോ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഈസ് പോസിബിൾ. നെക്സ്റ്റ് ഈസ് പ്രൊമോട്ട് ഇനീഷ്യേറ്റീവ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അതായത് എംപ്ലോയീസിന് നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഇനീഷ്യേറ്റീവ് കൂടി അവർക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് പ്രൊമോട്ട്സ് ദ ഇനീഷ്യേറ്റീവ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഓഫ് ദി എംപ്ലോയീസ്. അടുത്തത് ബെറ്റർ കോർഡിനേഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ്. എല്ലാ വർക്കുകളും എന്ത് ചെയ്യാം, പ്രോപ്പർ ടൈമിൽ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ വർക്കുകളൊക്കെ മാനേജർക്ക് പ്രോപ്പർ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത്
അതുപോലെ ആ ഒരു വർക്കിൽ എന്തുണ്ട്, കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ബെറ്റർ കൺട്രോൾ എന്താണ് പോസിബിൾ ആണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഇനി ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ പറഞ്ഞു ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വർക്ക് അസൈൻ ചെയ്യുന്ന, ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസിഷൻ എടുക്കാനുള്ള പവർ ആർക്ക് കൊടുക്കുക, ബാക്കിയുള്ള എംപ്ലോയീസിന് അല്ലെങ്കിൽ മിഡിൽ ലെവലോ ലോവർ ലെവലിലേക്കോ മാനേജേഴ്സിന് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയാം, ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ? ഫസ്റ്റ് മീനിങ്, entrusting authority and responsibility from one individual to another. അതായത് ആ ഒരു അധികാരം, അതോറിറ്റിയും അതുപോലെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും എന്ത് ചെയ്യാണ്, സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാം, ഡെലിഗേഷൻ എന്ന് പറയാം. ഇവിടെ അതോറിറ്റി കൊടുക്കുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഇൻ ദി ഓർഗനൈസേഷൻ. ഇവിടെ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു പവർ, ആ ഒരു അധികാരമാണ് കൊടുക്കുന്നത്, അതും സിസ്റ്റമാറ്റിക് ആയിട്ട്. ഇപ്പോൾ സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് ദി അതോറിറ്റി ഇൻ ദി ഓർഗനൈസേഷൻ ഇസ് നോൺ ആസ് ഡീസെൻട്രലൈസേഷൻ. ഇനി ഇതിൻ്റെ നേച്ചർ എങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അതായത് ഇവിടെ മാനേജറാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പെർട്ടിക്കുലർ സബോർഡിനേറ്റിന് കൊടുക്കുന്നത്, എല്ലാവർക്കും അല്ല കൊടുക്കുന്നത്, ഓരോ എംപ്ലോയീസിനും അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബാണ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻഡിവിജ്വലിസ്റ്റിക്. ഇവിടെയാണെങ്കിലോ ടോട്ടലിസ്റ്റിക് അണ്ടർ ഓർഗനൈസേഷണൽ സെറ്റപ്പ്. അതായത് ടോട്ടലായിട്ട്, അതായത് എംപ്ലോയീസിനോട് പറയാണ് ഇന്നൊരു പ്രോബ്ലം ഉണ്ട്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ ടോട്ടലിസ്റ്റിക് ആണ്. ടോട്ടലിസ്റ്റിക് അണ്ടർ ഓർഗനൈസേഷണൽ സെറ്റപ്പ്. ഇറ്റ് ഈസ് നോട്ട് ഇൻഡിവിജ്വലിസ്റ്റിക്. ആൻഡ് ദ സ്കോപ്പ് ലിമിറ്റഡ് ആസ് ഇറ്റ് ഈസ് ഇൻഡിവിജ്വലിസ്റ്റിക്. ഇവിടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡ് ആണ്. പക്ഷേ ഇവിടെയോ ഇറ്റ് ഈസ് വൈഡ് ആസ് ഇറ്റ് ഈസ് ഓർഗനൈസേഷണൽ. അത് മൊത്തം ഓർഗനൈസേഷൻ ആയതുകൊണ്ട് എന്താണ്, ഇറ്റ് ഈസ് വൈഡ് സ്കോപ്പ്. അതായത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ വൈഡ് സ്കോപ്പാണ്, ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് സ്കോപ്പ്. ഇനി അടുത്തത് റെസ്പോൺസിബിലിറ്റി നോക്കുകയാണെങ്കിൽ, റെസ്പോൺസിബിലിറ്റി റിമെയിൻസ് വിത്ത് ദ സുപ്പീരിയർ. അതായത് ഇവിടെ സുപ്പീരിയർ ആണ് ടോപ്പ് മാനേജേഴ്സിനോട് ലയബിൾ ആയിട്ടുള്ളത്. അതായത് ടോപ്പ് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു കാര്യം പറഞ്ഞു, ആ കാര്യമാണ് എന്ത് ചെയ്യുന്നത്, മാനേജർ എംപ്ലോയീസിലൂടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ഇവിടെ മാനേജർക്കാണ്. പക്ഷേ ഇവിടെയാണെങ്കിലോ എക്സിക്യൂട്ടീവ് ഇസ് റിലീവ്ഡ് ഫ്രം ദ റെസ്പോൺസിബിലിറ്റി അപ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഇവിടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിനോ അല്ലെങ്കിൽ മാനേജർക്കോ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ്, ബിക്കോസ് അത് ടോട്ടലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ എംപ്ലോയീസിനോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ലിമിറ്റഡ് ആണ്. ഇനി ഇഫക്റ്റീവ്നെസ്, എത്രത്തോളം ഇഫക്റ്റീവ് ആണ്, പോസിബിൾ ആൻഡ് ഇഫക്റ്റീവ് ഇൻ ഓൾ ഓർഗനൈസേഷൻസ്. എല്ലാ ഓർഗനൈസേഷനിലും എന്താണ്, അത് പോസിബിൾ ആണ്, അതുപോലെ ഇഫക്റ്റീവുമാണ്. അതായത് ആ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇഫക്റ്റീവ് ആണ്. ഇവിടെയാണെങ്കിലോ ലാർജ് ഓർഗനൈസേഷനിൽ മാത്രമേ അത് ഇഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ഇൻ ലാർജ് ഓർഗനൈസേഷൻസ് ഓൺലി. ഇനി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷസ് എ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. ഇവിടെ അതായത് ഒരു മാനേജർ, ആ മാനേജറുടെ കീഴിൽ കുറച്ച് എംപ്ലോയീസ്, അപ്പോൾ ആ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് ആ ഒരു ബോണ്ട്, ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെയാണെങ്കിലോ ക്രിയേഷൻ ഓഫ് സെമി ഓട്ടോണമസ് യൂണിറ്റ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ സെമി ഓട്ടോണമസ് കുറച്ച് ഒരു ഗ്രൂപ്പ് പോലെ എന്തുണ്ടാവും, അങ്ങനെ കുറച്ച് സെമി ഓട്ടോണോമസ് യൂണിറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ അത്ര ഇഫക്റ്റീവ് ആവണമെന്നില്ല. ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇറ്റ് ക്രിയേഷൻ ഓഫ് ദി സെമി ഓട്ടോണോമസ് യൂണിറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അതായത് ഫസ്റ്റ് ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, അതോറിറ്റി കൊടുക്കുക, അതുപോലെ അവരിൽ നിന്നും അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റിയും. അപ്പോൾ എൻട്രസ്റ്റിംഗ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ. ഒരു ഇൻഡിവിജ്വലിൽ നിന്നും മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ആ ഒരു അതോറിറ്റി എന്ത് ചെയ്യാണ്, ഡെലിഗേറ്റ് ചെയ്യാണ്. അവരത് ചെയ്യുന്നുണ്ടോ എന്ന്, അതായത് ആ ഒരു സബോർഡിനേറ്റിന് ആ ഒരു മാനേജറോടുള്ള റെസ്പോൺസിബിലിറ്റിയുമാണ് ഇവിടെ ഡെലിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് ദി അതോറിറ്റി ഇൻ ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു അതോറിറ്റി
കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നേച്ചർ, ഇവിടെ എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസിനുമാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഇവിടെ എങ്ങനെയാണ് ടോട്ടൽ ഓർഗനൈസേഷണൽ സെറ്റപ്പ് ആണ്, അതുകൊണ്ട് അത് ടോട്ടലിസ്റ്റിക് ആണ്. ഇനി അതിൻ്റെ സ്കോപ്പ് ഇവിടെ ലിമിറ്റഡ് ആണ്, അതായത് ഒരു ചെറിയ ഒരു യൂണിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം, അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആണ്. ഇവിടെയാണെങ്കിൽ എന്താണ്, വൈഡ് ആണ്. ഇനി അടുത്തത് റെസ്പോൺസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ സുപ്പീരിയർക്കായിരിക്കും അതിൻ്റെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ആ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോടോ ഓണേഴ്സിനോടോ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സുപ്പീരിയർ ആണെങ്കിൽ, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പം എന്താണ്, എക്സിക്യൂട്ടീവിന് അത്ര റെസ്പോൺസിബിലിറ്റി ഇല്ല, കാരണം ആ ഒരു മൊത്തം ഓർഗനൈസേഷൻ്റെ കാര്യം. ഇനി ഇഫക്റ്റീവ്നെസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ ഓർഗനൈസേഷനിലും ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ഇൻ ഓൾ ഓർഗനൈസേഷൻസ്, whereas here it is effective in only large organizations. And the relationship here, there is a superior and a subordinate relationship, but here small autonomous units is created in the organization. So here the relationship will not be like a superior or subordinate relationship. There will be a small semi-autonomous units in the organization. So in this chapter we have studied about organizing, the steps of organizing, organization structure, that is functional structure and divisional structure, formal and informal organization, and in today's class delegation and decentralization. Hope you understood today's class. If you have any doubt, you can contact me. See you with the next chapter in the next class. Thank you.